അത്യാവശ്യം ഇങ്ങനെ ഒരു വേദന വന്നു കഴിഞ്ഞാൽ ഒരു വാർണിംഗ് സൈൻ ആണല്ലോ, നമുക്ക് അഡ്മിറ്റ് ആവേണ്ടി വരും എന്നുള്ളത്. എന്തൊക്കെ സാധനങ്ങൾ കൈ കരുതണം? എനിക്കറിഞ്ഞൂടാ. 3-ാം മാസം 4-ാം മാസം താങ്കൾ ഗർഭിണിയായിരുന്നപ്പോഴാണ് എനിക്ക് DNBയുടെ എൻട്രൻസ് റിസൾട്ട് വരുന്നതും. കരയാത്തൊരു ദിവസം പോലും ഇല്ലാന്നാണ് എൻ്റെ ഓർമ്മ. ശരിയാണ്. വൈകാരികമായ സപ്പോർട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഭാര്യയ്ക്ക് കൊടുക്കണം. ഒരിക്കലും എന്നെ പോലെ ആവരുത്. അമ്മയെങ്കിലും വൈകാരികമായി ഇത് പ്രിപ്പയർഡ് ആവണം, ഇട്ടിട്ട് പോയാലോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ ഇനീഷ്യൽ മന്ത്സിലുള്ള കുറച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ലേറ്റർ ഹാഫ് ഓഫ് പ്രഗ്നൻസിയിലെ കുറച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കാം. വയറ് വലുതായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു സംശയമാണ്, ഏത് സൈഡിലോട്ട് കിടക്കണം, അല്ലെങ്കിൽ ഇന്ന സൈഡിലോട്ട് കിടക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ, എന്ത് രീതിയിൽ കിടക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളത്. ഇതിൻ്റെ ബേസിക്കലി ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താ? നമ്മുടെ യൂട്രസ് വലുതാവുന്നു. യൂട്രസ് വലുതാവുന്നതനുസരിച്ച് അതിന് താഴെ നമ്മുടെ രണ്ട് വലിയ രക്തധമനികളുണ്ട്. അതിലേറ്റവും പ്രധാനം വീനക്കാവ എന്ന് പറയുന്ന രക്തധമനിയാണ്. ആ വീനക്കാവ, അതായത് നമ്മുടെ കാലിനോട്ടുള്ള രക്തം നമ്മുടെ ഹാർട്ടിലോട്ട് കൊണ്ടുപോകുന്ന രക്തധമനി. അപ്പം അതിനെ ഈ യൂട്രസ് വലുതാവുന്നതനുസരിച്ച് അതിനെ കംപ്രസ് ചെയ്യുമ്പോൾ ഹാർട്ടിലോട്ടുള്ള രക്തം എത്തുന്നത് കുറയുകയും അത് കാരണം കുഞ്ഞിലോട്ടുള്ള രക്തം വരുന്നത് കുറയുകയും ചെയ്യുന്നുള്ളതാണ് എൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ എന്ത് ചെയ്യണം? അതിനെ ഡിസ്പ്ലേസ് ചെയ്യണം. ആ രക്തധമനിയെ കംപ്രസ് ചെയ്യാൻ പാടില്ല യൂട്രസ്. അപ്പോൾ അതിനെന്ത് ചെയ്യാം? ഒന്നുകിൽ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ കിടക്കാം. ലെഫ്റ്റിലോട്ട് കിടക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കുറച്ച് കംപ്രസ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലെഫ്റ്റിലോട്ട് കിടക്കാൻ പറയും. പക്ഷേ ഇതൊന്നും പ്രാക്ടിക്കലി അങ്ങനെ എളുപ്പമുള്ള കാര്യമല്ല. ഒരു ഗർഭിണിയെടുത്ത് മൊത്തം സമയം ഇടതുവശം കിടന്ന് നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇടതുവശം വേദന എടുക്കും, കാലിലോട്ട് തരിപ്പും പെരുപ്പും ഒക്കെ വരും. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ലെഫ്റ്റിൽ കിടക്കാൻ പറ്റുമെങ്കിൽ കിടക്കാം, പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ റൈറ്റിലോട്ട് കിടക്കാം, അതും പറ്റില്ലെന്നുണ്ടെങ്കിൽ നേരെ കിടക്കാം. പക്ഷേ ബെറ്റർ എപ്പോഴും ഒരു സൈഡിലോട്ട് ടിൽറ്റ് ചെയ്ത് കിടക്കുന്നതാണ് എന്നുള്ളതാണ്. പിന്നെ ആ പോസ്റ്ററിൽ തന്നെയുള്ളൊരു സംശയം, സ്ഥിരം വരുന്ന സംശയം, ഞാൻ ഇടതുവശം ചരിഞ്ഞാൽ കിടക്കുന്നത്, എനിക്കിനി വലതുവശത്തോടെ കിടക്കണമെങ്കിൽ ഞാൻ ആദ്യം എഴുന്നേറ്റിരുന്നിട്ട് പിന്നെ വലതുവശത്തോട്ട് കിടക്കണം. അത് അങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട്. അമ്മമാർ പറയും, മോളെ അങ്ങനെ കിടക്കരുത്, നേരിട്ട് ഇടത്തിൽ നിന്ന് വലത്തോട്ട് കിടക്കരുത്, നീ ആദ്യം എഴുന്നേറ്റിരുന്നിട്ട് വേണം വലത്തോട്ട് കിടക്കാൻ, എല്ലി പൊക്കിൾക്കൊടി ചുരുങ്ങും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ അബ്സേർഡ് കാര്യങ്ങളാണ്, തെറ്റായ കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ചു, രാത്രി 2 മണിക്ക് കിടന്നുറങ്ങുമ്പോൾ അവൾ അറിയാതെ നിന്ന് വലത്തോട്ട് കിടക്കുമ്പോഴത്തേക്ക് ഒരാൾ വന്ന് പറയുന്നു, മോളെ അങ്ങനെ എഴുന്നേറ്റിരുന്ന് കിടക്കണം. അപ്പം ഇങ്ങനെ ഒന്നുമില്ല. പിന്നെ ഞാനീ പറഞ്ഞ പോലെ, ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇടത്തോട്ട് കിടക്കുന്നത് ആ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും, കുഞ്ഞിലോട്ടുള്ള രക്തയോട്ടം കറക്റ്റായിട്ട് എത്താൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഈ അവസാനമായിട്ടുള്ള മാസങ്ങളിലെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ, തൈറോയിഡ് ഉണ്ടോ? ഇതാണ് കോമൺ ആയിട്ട് വരുന്ന 3 കാര്യങ്ങൾ. ഇതിലേതാണ് കുറച്ചും കൂടെ ഭീകരത ഉള്ള വിഷയം? ഷുഗറാണോ, പ്രഷറാണോ, തൈറോയിഡാണോ? എല്ലാത്തിനും അതിൻ്റേതായ ഭീകരതയുണ്ടെന്നുള്ളതാണ്. ഇപ്പം തൈറോയിഡ്, അൺകൺട്രോൾഡ് തൈറോയിഡായിട്ട് അയാൾ ഗർഭിണിയാവുകയാണ്. അപ്പോൾ TSH വളരെ കൂടുതലാണ്. അതിൻ്റെ അർത്ഥം ആ അമ്മയുടെ ശരീരത്തിൽ തൈറോയിഡിൻ്റെ അളവ് വളരെ കുറവാണ്. അങ്ങനെ വരുമ്പോൾ എന്തോ പ്രശ്നം? ആദ്യത്തെ 10 ആഴ്ച കുഞ്ഞിൻ്റെ തൈറോയ്ഡ് ഗ്രന്ഥി തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പോൾ കുഞ്ഞിൻ്റെ ബുദ്ധി വളർച്ചയ്ക്ക് എല്ലാം ആവശ്യമുള്ള ഹോർമോൺ ഏതാണ്? തൈറോയ്ഡ് ഹോർമോണാണ്. അത് ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് അമ്മയുടെ ശരീരത്തും കുറവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് പോകും. അപ്പം കുഞ്ഞിൻ്റെ ബുദ്ധി വളർച്ചയും എല്ലാം അതിനെ ന്യൂറോ ഡെവലപ്മെൻ്റൽ ആ ഒരു പ്രോഗ്രസ്സിനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പം തീർച്ചയായിട്ടും അപ്പോൾ തൈറോയ്ഡ് ഒരു വില്ലനാകും. അപ്പോൾ തൈറോയ്ഡ് കറക്റ്റാക്കിയിട്ടേ ഗർഭിണിയാവാവും. TSHൻ്റെ അളവ് 2.5 താഴെ വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതേപോലെ തന്നെ ഷുഗർ അൺകൺട്രോൾഡ് ആയിട്ട് ഒരാൾ ഗർഭിണിയാവുകയാണെങ്കിൽ, HbA1c ഒരു 7 മുകളിൽ വരികയാണ്, ഒരു 8, 9, 10 ഒക്കെ വരുന്ന ഒരു ഗർഭിണിയാണ്. അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ അബോർഷൻ ചെയ്യാൻ പാടില്ല. അപ്പം അതിനനുസരിച്ചുള്ള ചെക്കപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയും. എത്രയും പെട്ടെന്ന് ഷുഗർ കൺട്രോൾ ആക്കാൻ പറയുകയും ചെയ്യും. അപ്പോൾ ഷുഗർ കൺട്രോൾ ആക്കിയിട്ട് മാത്രം ഗർഭിണിയാവുക. അതേപോലെ തന്നെ പ്രഷർ കൂടുതലും എന്താണ്? കുറേയധികം പ്രശ്നങ്ങളുണ്ടാക്കും. പ്രഷർ നേരത്തെ ഉണ്ടാവാം, ക്രോണിക് ഹൈപ്പർ ടെൻഷനായിട്ടുണ്ടാവാം, വലിയൊരു 5 മാസം കഴിഞ്ഞിട്ടുള്ള പ്രശ്നം ഉണ്ടാവാം. രണ്ടാണെങ്കിലും എന്താ ഉണ്ടാകുന്നത്? കുഞ്ഞിലോട്ടുള്ള രക്തയോട്ടം കുറയാനുള്ള സാധ്യത ഉണ്ടാകും, കുഞ്ഞിന് വളർച്ചക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യത, കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം കുറയാനുള്ള സാധ്യത, കുഞ്ഞിലോട്ടുള്ള രക്തയോട്ടം കുറയാനുള്ള സാധ്യത. ഇതൊക്കെ പ്രഷർ ഉണ്ടാവാം. ഇതൊക്കെ കാരണം കുഞ്ഞിനെ സാരമായി തന്നെ ബാധിക്കുക എന്നുള്ള കാര്യങ്ങളുണ്ടാകും. പക്ഷേ പ്രഷർ കൺട്രോളാക്കുക. ഇവിടെയൊക്കെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രഷറും ഷുഗറിലും, പ്രത്യേകിച്ച് പ്രഷറിൽ എപ്പം കുഞ്ഞിനെ പുറത്തെടുക്കണം എന്നുള്ളതാണ് പ്രധാനം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 9 മാസം ഒരു ഡ്യൂ ഡേറ്റ് എന്നുള്ള രീതിയിലായിരിക്കത്തില്ല വെക്കുന്നത്. കുഞ്ഞ് കിടക്കുന്ന ആ റൂമിൽ കിടക്കുന്ന കുഞ്ഞ് ഇച്ചിരി കോംപ്രമൈസ്ഡ് ആണെങ്കിൽ, കുഞ്ഞിനെ പുറത്തെത്തിക്കുകയാണെങ്കിൽ കുഞ്ഞിന് കുറച്ചും കൂടെ നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പുറത്തെത്തിക്കുന്ന ടൈമിങ് ചെയ്യുക എന്നുള്ളത്
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പ്രഗ്നൻസിയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പനി വരാം. എല്ലാ പനിക്കും നമ്മൾ ഡോക്ടറെ വന്ന് കാണേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ ഒരു വൈറൽ ഫീവർ വരുന്നു, വിത്ത് റാഷസ് ഒക്കെ വരുന്നു. അപ്പോൾ അത് എന്തെങ്കിലും ഒരു വൈറൽ ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ടോക്സോപ്ലാസ്മോസിസ്, റുബെല്ല, സൈറ്റോമെഗാലോ അങ്ങനെയുള്ള വൈറൽ ഇൻഫെക്ഷൻ, ചില ഇൻഫെക്ഷൻ കുഞ്ഞിന് വൈകല്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വരുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ ഈ പറഞ്ഞ റാഷസ് കൂടി ഒരു സിഗ്നിഫിക്കൻ്റ് ആയില്ലേ. പക്ഷെ ഒരു ചുമ്മാ ഒരു പനി വരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല, ചൂടുണ്ട്, ഒരു ഡോളോ കഴിക്കുക, കിടന്നുറങ്ങുക, അല്ലെങ്കിൽ വെള്ളം കുടിക്കുക ധാരാളം, അത്രയും തന്നെ മതി. പക്ഷെ അതൊരു സിവിയർ കണ്ടീഷനിലോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണുകയും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും വേണം. പനിയോടൊപ്പം വരുന്ന നടുവേദന പലപ്പോഴും മൂത്രത്തിൽ പഴുപ്പ് എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് വഴിതെളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ഏത് ട്രൈമസ്റ്ററിൽ വേണമെങ്കിലും വരാം. എല്ലാ യൂറിനറി ഇൻഫെക്ഷനും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണോ പ്രഗ്നൻസിയിൽ? തീർച്ചയായിട്ടും. എന്തായാലും ഒരു ഇൻഫെക്ഷൻ തന്നെയല്ലേ, നമ്മുടെ ശരീരത്തിൽ ഒരു അണുബാധ ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അപ്പോൾ അത് എത്ര തോതിലുണ്ട് അണുബാധ അനുസരിച്ചിരിക്കും. ഇപ്പം നമ്മൾ പസൽസ് നോക്കുകയാണ്, നല്ല ബാക്ടീരിയകളുണ്ട്, കുറച്ചധികം ബാക്ടീരിയ ഉണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മൾ യൂറിൻ കൾച്ചർ ചെയ്യും, എന്ത് ബാക്ടീരിയ എന്ന് കണ്ടെത്തും, അതിനനുസരിച്ചുള്ള ആൻറ്റിബയോട്ടിക്കുകൾ എടുക്കും. പക്ഷേ ഇതൊന്നും അല്ലാതെ തന്നെ ഒരു കണ്ടീഷനുണ്ട്, ഏസിംപ്റ്റമാറ്റിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ. കാരണം പേഷ്യൻ്റ് ഒരു സിംറ്റവും കാണില്ല, പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. പ്രഗ്നൻസിയിൽ ഒരു സിംറ്റംസും കാണത്തില്ല, പക്ഷേ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ പസൽസ് കാണും. പസൽസ് ധാരാളം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൾച്ചർ ചെയ്യണം. കൾച്ചർ ചെയ്താൽ അതിൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആൻറ്റിബയോട്ടിക് എടുക്കണം. യൂറിനറി ഇൻഫെക്ഷൻ കാരണം ഈ പറഞ്ഞ പോലെ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ, ക്രോണിക് ക്യൂറ്റിയാണ് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന യൂറിനറി ഇൻഫെക്ഷൻ കാരണം ഈവൻ കുഞ്ഞിനോട്ടുള്ള ഗ്രോത്ത് റെസ്ട്രിക്ഷൻ, അതിനേക്കാട്ടുപരി നേരത്തെ ചിലപ്പോൾ മാസത്തെ വെള്ളം പൊട്ടിപ്പോവുക, കൊറിയോമ്നിയോണൈറ്റിസ്, കുഞ്ഞിന് അണുബാധ വരിക, ഇതൊക്കെ തന്നെ നേരത്തെയുള്ള പ്രസവം, പ്രീ ടേം ലേബർ, അതെ നേരത്തെയുള്ള പ്രശ്നം, ഇതൊക്കെ ആ യൂറിനറി ഇൻഫെക്ഷൻ കാരണം. അപ്പോൾ അതും കറക്റ്റ് ടൈമിൽ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യകതയുണ്ട്. അതുപോലെ തന്നെ ഒരു വില്ലനാണ് നമ്മുടെ ബ്ലീഡിങ്. ആദ്യത്തെ ട്രൈമസ്റ്ററിൽ ഉണ്ടാവാം, 1-2 മാസത്തിനുള്ളിലുണ്ടാവാം, നടുക്ക് വെച്ചുണ്ടാവാം. എല്ലാ ബ്ലീഡിങ്ങും പ്രശ്നമുള്ള ബ്ലീഡിങ് ആണോ, അതോ സാധാരണഗതിയിൽ വരുന്ന ബ്ലീഡിങ് ഉണ്ടോ? ഇല്ല, സാധാരണഗതിയിലൊരു ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് അല്ലേ, അതായത് ആ ഒരു ഇംപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്പോട്ടിങ് പോലെ കാണാം. അതായത് ഒരു പീരീഡിൻ്റെ ഒരു പകുതിയൊക്കെ ആകുമ്പോൾ, അപ്പോൾ ഒരു 21-ാമത്തെ 22-ാമത്തെ ദിവസം ഒരു സ്പോട്ടിങ് പോലെ കാണുന്നു, അത് നോർമലി ഉണ്ടാവാം. ഈവൻ ആ കാർഡ് ടെസ്റ്റ് പോസിറ്റീവായിട്ട് ചെറിയൊരു സ്പോട്ടിങ് പോലെയും കാണാം, അതൊക്കെ നോർമലി കാണുന്നതാണ്. പക്ഷേ ഇങ്ങനെ എന്താണെങ്കിലും പീരീഡ് പോസിറ്റീവ് കഴിഞ്ഞൊരു ബ്ലീഡിങ് ആകുമ്പോൾ എന്തായാലും ഡോക്ടറെ കാണണം. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എന്തൊക്കെ കാരണം ഉണ്ടാവാം, ആ പ്ലാസൻ്റെ ചിലപ്പം ഈ യൂട്രസിൽ നിന്ന് ആ മറുപുള്ള ചെറുതായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് മൂലമുള്ള ഒരു ബ്ലീഡിങ് ഉണ്ടാവാം. അപ്പം അതെത്ര തോതിലുണ്ട്, അതിനെന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാനുള്ള മരുന്ന് കൊടുക്കണമെങ്കിൽ അതൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. കുറച്ചും കൂടെ കഴിയുമ്പോൾ എന്ത് പറ്റും, ഒരു 5-ാം മാസമൊക്കെ ആകുമ്പോൾ പ്ലാസൻ്റെ താഴെയാണെങ്കിൽ അല്ലേ, അതായത് നമ്മുടെ കുഞ്ഞ് ജനിക്കുന്ന ആ വഴിയിൽ പ്ലാസൻ്റെ വന്ന് നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് പ്ലാസൻ്റെ പ്രിവിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ വരുന്നത്. പ്ലാസൻ്റെ പ്രീവിയ വരികയാണെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനും അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെ ഉണ്ടാകുന്ന ഒരു വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ് അബ്രപ്ഷ്യോ പ്ലാസൻ്റ. അതും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പേഷ്യൻറ്റ് ലൈക്ക് 38 വീക്സ് ഞാൻ ഉള്ളു പരിശോധിച്ചു, കുഴപ്പമൊന്നുമില്ല, അവർ വീട്ടിൽ പോയി, അവർ പെട്ടെന്ന് ബ്ലീഡിങ് ആയിട്ട് വരുന്നു. ഒരു ചെറിയ ഹോസ്പിറ്റലായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന ആ സമയത്ത് വന്ന് നോക്കുമ്പോൾ തന്നെ ഞാൻ FH വെച്ച് നോക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് ഇല്ല. അപ്പോഴേ വയറ് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ മറുപിള്ള വിട്ടുപോകുന്നൊരവസ്ഥ. യൂട്രസിൽ നിന്ന് ഒരു മാസം, ഫുൾ മാസം തികഞ്ഞ് 9 മാസമായ ഗർഭിണിയുടെ മറുപിള്ള യൂട്രസിൽ നിന്ന് വിട്ടുപോകുന്നൊരവസ്ഥ, അതിനെയാണ് അബ്രപ്ഷ്യോ പ്ലാസൻ്റ എന്ന് പറയുന്നത്. യൂഷ്വലി എന്തെങ്കിലും ട്രോമയൊക്കെ വരുമ്പോൾ, അത് പ്രഷർ ട്രോമയൊക്കെ വരുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. അവരും ബ്ലീഡിങ് ആയിട്ടായിരിക്കും വരുന്നത്. പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ നമ്മൾ പുറത്തെടുക്കേണ്ട ആവശ്യകതയുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ തുടുപ്പ് നിന്ന് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെയും കുറച്ച് റെയർ കണ്ടീഷൻസ് ഉണ്ട്. ഇതൊക്കെയാണ് കോമൺ കണ്ടീഷൻസ് ബ്ലീഡിങ് ഇൻ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ. ഈ അവസാനം മാസം തികയുന്നതോടനുബന്ധിച്ച് ചെറിയ ബ്ലീഡിങ്ങും വെള്ളപ്പൊക്കവും ഒരുമിച്ച് വരാറുണ്ടല്ലോ. അതെ, അതിനെ ഷോ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു 9 മാസമായി, പ്രത്യേകിച്ച് നമ്മൾ ആ ഉള്ളു പരിശോധിച്ചാൽ കഴിയുമ്പോഴത്തേക്ക് അന്ന് രാത്രി അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ ഗർഭിണി നമ്മളെ വിളിച്ച് പറയും, ഡോക്ടറെ ബ്ലീഡിങ് ഉണ്ട്. ഞാൻ ചോദിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ബ്ലീഡിങ്? ഞാൻ ചോദിക്കുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നത്, നമ്മുടെ മ്യൂക്കസ് പോലെ, മൂക്കളയിൽ രക്തം കലർന്ന പോലെ ഒരു കഷ്ണം പോലെയൊക്കെ വരുന്നതാണോ അപ്പോൾ അവർ പറയും അതേ തന്നെയാണ്. അപ്പോൾ അതൊരു ഷോ മാത്രമാണ്, അത് കുഴപ്പമില്ലാത്ത, അത് ആ മെംബ്രെയിൻ്റെ അവിടെ നിന്ന് വരുന്ന സെക്രീഷൻസ്, സെർവൈക്കൽ സെക്രീഷൻ കൂടെ ചേർന്ന് വരുന്നതാണ്, അത് കുഴപ്പമില്ല. അപ്പോൾ ഈ മാസം തികയുന്നതിനോടനുബന്ധിച്ച് നമുക്ക് വയറ് കട്ടിയാവുന്ന ഒരു ഫീലിംഗ് വരുമല്ലോ, ഇങ്ങനെ വിട്ട് വയറ് കട്ടിയായ ഒരു വല്ലാത്ത ഒരു ടൈറ്റ് ഫീലിംഗ് വരുന്നുണ്ടല്ലോ. ഇതിൽ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ ഗൈനക്കോളജിസ്റ്റിനോട് പറയുമ്പോൾ ഇത് സാരമില്ലടോ, ഇത് മാസം തികഞ്ഞ് വരുമ്പോൾ വരുന്ന ഒരു കട്ടിയാവലാണ്. ഇത് അങ്ങനെയുള്ള കട്ടിയാവലാണോ അതോ ശരിക്കും പ്രസവ വേദന വരുന്നതാണോ എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ഇതിന് ബ്രാക്സ്റ്റൺ ഹിസ് കോൺട്രാക്ഷൻ എന്നാണ് പറയുന്നത്.
അതായത് നമ്മുടെ ഗർഭപാത്രം റെഡിയാവുകയാണ് പ്രസവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ദിവസം 2 or 3 തവണ ഒരു കല്ല് പോലെ ആവുന്ന ഒരു ഫീലിംഗ് കിട്ടും. ഇത് കൂടിക്കൂടി വന്ന് നമുക്കൊരു 10 മിനിറ്റിൽ തന്നെ ഒരു 2 or 3 തവണ യൂട്രസ് അങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നു എന്നൊരു തോന്നലാണ്. ആ പെയിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നു, കുറച്ചധികം സമയം നിൽക്കുന്നു, അടുപ്പിച്ചടുപ്പിച്ച് വരുന്നു. ഈ 3 കാര്യങ്ങളും കൂടെ വരുമ്പോഴാണ് അതൊരു പ്രസവ വേദനയുടെ ഒരു തുടക്കം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുക. അതും പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വന്നെന്ന് പറഞ്ഞ് 10 മിനിറ്റ് പ്രസവിക്കത്തില്ല. അപ്പം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ തുടക്കം മാത്രമാണ്. പിന്നെയും കിടക്കുന്ന 15 മണിക്കൂർ. അപ്പോഴത്തേക്ക് വളരെ സാവകാശം, ടെൻഷനൊന്നും അടിക്കാതെ നേരത്തെ പാക്ക് ചെയ്ത് ബാക്ക് പാക്കൊക്കെ ആയിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുക. അപ്പോൾ അവർ ബാക്കി ഡോക്ടർ നോക്കിയിട്ട് കാര്യങ്ങൾ. അത്യാവശ്യം ഇങ്ങനെ ഒരു വേദന വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ശരി, ഒരു വാർണിംഗ് സൈൻ ആണല്ലോ, നമുക്ക് അഡ്മിറ്റ് ആവേണ്ടി വരും എന്നുള്ളത്. എന്തൊക്കെ സാധനങ്ങൾ കൈ കരുതണം? എനിക്കറിഞ്ഞൂടാ. അങ്ങനെയല്ല, നമ്മൾ ഡെലിവറിക്ക് വേണ്ടി മിനിമം ഒരു ഡോക്ടറാണെങ്കിൽ ഓരോ ഹോസ്പിറ്റലിലും ഓരോ വ്യത്യാസമായി. കാരണം ചില ഹോസ്പിറ്റലൊക്കെ നിങ്ങൾ ഒന്നും കരുതേണ്ട ആവശ്യമില്ല, ദേ ഹാവ് എവറിത്തിങ് അല്ലേ. ആ അമ്മയുടെ ഡ്രസ്സ് മുതൽ അമ്മയുടെ എല്ലാ സംഭവങ്ങളും, കുഞ്ഞിൻ്റെ എല്ലാ സംഭവങ്ങളും കൊടുക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. എന്നാൽ സമയം ഞാൻ വർക്ക് ചെയ്തത്, ഞാൻ താലൂക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തത്. താലൂക്ക് ഹോസ്പിറ്റലിൽ അങ്ങനെ ചെന്നിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ മുണ്ടടക്കം, അപ്പോൾ മുണ്ടടക്കം കൊണ്ടുപോകുമ്പോഴത്തേക്ക് അതെന്താ ഇപ്പോൾ കയ്യിൽ പറ്റത്തില്ല, വെള്ളമുണ്ട് വേണമെന്ന് പറയും. വെള്ളമുണ്ട് ചിലപ്പോൾ കൊണ്ടുവേണ്ടി വരും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്താ, ഒരു 9 മാസം ആ ഡേറ്റൊക്കെ അടുപ്പിക്കുന്ന അവിടുത്തെ സിസ്റ്ററിൽ തന്നെ ചോദിക്കുക, സിസ്റ്റർ എന്തൊക്കെ കരുതണം. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു തരും. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ബാക്ക് പാക്കിലാക്കി വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സമയത്ത് അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി നമ്മൾ മദറിന് കൊടുക്കുന്ന ഇമോഷണൽ സ്റ്റേറ്റസ്, അതായത് ഒരു വൈകാരികമായിട്ടുള്ള ഒരവസ്ഥ, അത് സപ്പോർട്ടായിക്കോട്ടെ, സപ്പോർട്ടില്ലായ്മ ആയിക്കോട്ടെ, ഇത് കുഞ്ഞിനെ എഫക്റ്റ് ചെയ്യുമോ? ഒരു ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് അതിന് ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ പറയും അത് അഫക്റ്റ് ചെയ്യേണ്ടതായിരിക്കാം. കാരണം തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടതല്ലേ. ആ സപ്പോർട്ട് കൊടുക്കുമ്പോഴല്ലേ അവർക്ക് BP ഒക്കെ കറക്റ്റായിട്ട് നിൽക്കുകയും കുഞ്ഞോട്. ഇപ്പം നമ്മൾ തമ്മിലുള്ള ഇത് വെച്ച് പറയുകയാണെങ്കിൽ എനിക്കിപ്പോഴും അറിയാം, ആ 3-ാം മാസം 4-ാം മാസം താങ്കൾ ഗർഭിണിയായിരുന്നപ്പോഴാണ് എനിക്ക് DNBയുടെ എൻട്രൻസ് റിസൾട്ട് വരുന്നതും കേരളത്തിൽ സീറ്റ് ഉണ്ടായിട്ട് കൂടി ഞാൻ ഹൈദരാബാദിലോട്ട് സീറ്റ് എടുത്ത് പോകുന്നത്. അപ്പോഴത്തേക്ക് കരയാത്തൊരു ദിവസം പോലും ഇല്ലാന്നാണ് എൻ്റെ ഓർമ്മ. ശരിയാണ്. അപ്പം വൈകാരികമായിട്ട് താങ്കൾ ശരിക്കും സ്ട്രെസ് അനുഭവിച്ചില്ലേ? പക്ഷെ കുഞ്ഞുങ്ങളിപ്പോൾ ഹെൽത്തി ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പം വലിയ റോളില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇതപ്പം നമുക്ക് എന്താ പോസിറ്റീവായിട്ട് പറഞ്ഞു കൊടുക്കണോ അതോ നെഗറ്റീവ്? വൈകാരികമായ സപ്പോർട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഭാര്യയ്ക്ക് കൊടുക്കണം. ഒരിക്കലും എന്നെ പോലെ ആവരുത്. അല്ല, അറ്റ്ലീസ്റ്റ് അമ്മയെങ്കിലും വൈകാരികമായി അത് പ്രിപ്പയർഡ് ആവണം. ഇട്ടിട്ട് പോയാലും നമ്മൾ കുറച്ചും കൂടി അവരെ സ്ട്രോങ് ആക്കി വെക്കണം. ഡെഫിനറ്റ്ലി റോളുണ്ട്. സ്റ്റഡീസൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദറിൻ്റെ ഇമോഷണൽ സ്റ്റാറ്റസ് കുഞ്ഞിൻ്റെ ഇമോഷണൽ ബിഹേവിയറൽ ഫിസിക്കൽ എല്ലാ ഗ്രോത്തിനെയും ഹെൽപ്പ് ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹോൾ പ്രഗ്നൻസിയിൽ ത്രൂ ഔട്ടായിട്ട് നമ്മൾ സ്കാനിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ചില സ്കാനുകൾ കഴിയുമ്പോൾ ഡോക്ടർമാർ പറയാറുണ്ട് ഇതിൽ ഞങ്ങൾക്ക് കുറച്ച് ഡൗട്ടുണ്ട്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനകത്തെ വെള്ളം കുത്തിയെടുത്ത് പരിശോധിക്കണം എന്ന് പറയാറുണ്ട്. അതെന്താണ് അങ്ങനെ പറയുന്നത്? അതിന് അമ്നിയോസെൻറ്റസിസ് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളിപ്പം 3-ാം മാസം സ്കാൻ ചെയ്യുന്നു, ഡബിൾ മാർക്കർ ചെയ്യുന്നു, ND സ്കാൻ ചെയ്യുന്നു, അതിലെന്തെങ്കിലും ഒരു സംശയം വരുന്നു, ഓക്കെ കുഞ്ഞിന് ഇന്ന വൈകല്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് 2 ടെസ്റ്റാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. ഒന്ന് NIPT എന്ന് പറഞ്ഞ ടെസ്റ്റ്. NIPT എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മയുടെ രക്തമെടുത്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്ന് കുഞ്ഞിൻ്റെ രക്താണുക്കൾ കണ്ടെത്തി ആ കുഞ്ഞിൻ്റെ രക്താണുക്കളുടെ DNA ടെസ്റ്റ് ചെയ്ത് ഇന്ന ജനിതക അസുഖങ്ങളുണ്ടോ എന്ന് നോക്കുന്നത്. അതിനെയാണ് NIPT എന്ന് പറഞ്ഞ ടെസ്റ്റ് പറയുന്നത്. അതിന് 99% സെൻസിറ്റിവിറ്റി പറയുന്നത്. സെക്കൻഡ് ഓപ്ഷൻ, പക്ഷേ അപ്പോഴും 99% ഉള്ളൂ, 100% അല്ല. സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? ആ നേരിട്ട് ഒരു 15 ആഴ്ച കഴിഞ്ഞ് ഒരു സൂചി വെച്ച് നമ്മൾ നേരിട്ട് അമ്മയുടെ ടമ്മിയിലോട്ട് പോയി കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം പുറത്തെടുത്ത് അതിൽ നിന്ന് കുഞ്ഞിൻ്റെ DNA തീർച്ചയായിട്ടും കിട്ടും, അതിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. അതിനെയാണ് അമ്നിയോസെൻറ്റസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 100% സെൻസിറ്റിവിറ്റി നമുക്ക് ജനിതക വൈകാര്യങ്ങൾ അറിയാൻ സാധിക്കും. അപ്പം ആദ്യത്തെ ഈ പറഞ്ഞ സംശയങ്ങളുള്ളവർക്ക് നമ്മൾ അമ്നിയോസെൻറ്റസിസ് ചെയ്യാറുണ്ട്. സംശയമുള്ളവർക്ക് മാത്രം ചെയ്യുന്നൊരു ടെസ്റ്റാണ്, അല്ലാതെ ചുമ്മാ പോയി ടെസ്റ്റ് ചെയ്യുന്നതല്ല. കാരണം അതിനൊരു ഈവൻ 10% ചാൻസ് ഓഫ് അബോർഷനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അബോർഷനൊക്കെ ആയി പോകാൻ സാധ്യതയുള്ള ടെസ്റ്റാണ്. ആവശ്യമുള്ളവരിൽ മാത്രമേ ആ ടെസ്റ്റ് ചെയ്യാവൂ. അതുപോലെ ഈ മാസം തികയാറാവുമ്പോൾ ചില അമ്മമാർക്ക് നമ്മൾ സ്റ്റിറോയിഡിൻ്റെ ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട്. അത് ഏതൊക്കെ ഘട്ടങ്ങളിലാണ് കൊടുക്കാറുള്ളത്? എല്ലാ മദേഴ്സിനും കൊടുക്കാറുണ്ടോ? ഇല്ല. സ്റ്റിറോയിഡിൻ്റെ ഇഞ്ചക്ഷൻ നമ്മൾ ഒരു പ്രീ ടേം പെയിൻ, അതായത് മാസം തികയുന്നതിന് മുന്നേ പ്രസവിക്കാൻ സാധ്യതയുണ്ടെന്ന്
ഉണ്ടെന്ന് തോന്നുന്ന കണ്ടീഷൻസിൽ എന്ത് പറ്റും, മാസം തികയുന്നതിന് മുന്നേ പ്രസവിക്കുമ്പോൾ എന്താ പറ്റുന്നത്, കുഞ്ഞിൻ്റെ ശ്വാസകോശം വികസിച്ച് കാണത്തില്ല, മെച്യൂറായി കാണത്തില്ല. അപ്പോൾ ഒരു കുഞ്ഞ് പ്രസവിച്ച് നമ്മുടെ കയ്യിൽ ഒരു 7-ാം മാസം 8-ാം മാസം വരുമ്പോൾ കുഞ്ഞ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് ശ്വാസകോശത്തിനെ കുറച്ചും കൂടെ മെച്യൂറാക്കാൻ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ സഹായിക്കുന്നതാണ് സ്റ്റിറോയിഡ്സ്. ഹൈ ഡോസ് ഓഫ് സ്റ്റിറോയിഡ്സ് കൊടുക്കുക. സ്റ്റിറോയിഡ്സ് കൊടുക്കുമ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ ലങ്സ് കുറച്ചുകൂടെ പെട്ടെന്ന് മെച്യൂർ ആവും. അപ്പം നമ്മൾ നേരത്തെ പ്രസവിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന പല കണ്ടീഷൻസ് കാണും. അങ്ങനെയുള്ളവരിൽ മാത്രമാണ് നമ്മൾ ഈ സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻ കൊടുക്കുന്നത്. അതുപോലെ TTയുടെ കാര്യത്തിലും ഭയങ്കര സംശയമാണ്. എത്ര TT എടുക്കണം നമ്മൾ? TT എടുക്കണോ? അത് ഓരോ കൺട്രീസിൽ തന്നെ വ്യത്യാസമാണ്. പല രാജ്യങ്ങളും TT എടുക്കുന്നില്ല. കാരണം TTയെ കുറിച്ച് പറയുകയാണെങ്കിൽ TT എന്താണ്, ടെറ്റനസ് എന്ന് പറഞ്ഞ ഇൻഫെക്ഷൻ അല്ലേ. ടെറ്റനസ് എന്ന് പറഞ്ഞ ഇൻഫെക്ഷൻ എന്താണ്, നമ്മുടെ കയ്യിലൊന്ന് മുറിഞ്ഞു, അപ്പം ടെറ്റനസ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ട്രിഡിയം ടെറ്റനൈ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ വന്ന് അവിടെ വന്ന് ഇൻഫെക്ഷൻ അണുബാധ വരാം. അപ്പോഴാണല്ലോ കൈയൊക്കെ മുറിയുമ്പോൾ നമ്മൾ പോയി TT എടുക്കും. പ്രഗ്നൻസിയിൽ എപ്പോഴാണ് മുറിവ് വരുന്നത്? പ്രഗ്നൻസിയിൽ മുറിവ് വരുന്നത് ഡെലിവറിയുടെ സമയത്തോ സിസേറിയൻ്റെ സമയത്തോ. നമുക്ക് ആ സമയത്താണ് ഈ പ്രൊട്ടക്ഷൻ കിട്ടേണ്ടത്. ഇഞ്ചക്ഷൻ എടുത്തൊരു 12 ആഴ്ചയൊക്കെ ആകുമ്പോഴാണ് ഏറ്റവും മാക്സിമം പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. അങ്ങനെ ആകുമ്പോൾ 40 ആഴ്ച പ്രസവിക്കുന്ന ഒരു വ്യക്തിക്ക്, 9 മാസം പ്രസവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു 6 കഴിയുമ്പോഴാണ് ഈ ഇഞ്ചക്ഷൻ കറക്റ്റായിട്ട് കിട്ടേണ്ടത്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ എന്താ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കേരളമല്ല പറയുന്നത്, ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ, ചില നോർത്തേൺ സംസ്ഥാനങ്ങളിൽ ചിലപ്പോൾ ആ ഗർഭിണി ഒരു തവണയായിരിക്കും ചിലപ്പോൾ ഒരു ഹെൽത്ത് കെയർ വർക്കറെ കാണുന്നത്. അപ്പോൾ ആ ഗർഭിണിയെ എപ്പോഴാണോ കിട്ടുന്നത്, അതായത് ആ ഗർഭിണിയെ ഫസ്റ്റ് ടൈം കാണുമ്പോൾ തന്നെ TTയുടെ ഇഞ്ചക്ഷൻ കൊടുക്കുക. കാരണം പിന്നെ ചിലപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടായിരിക്കും ഇവരെ കാണുന്നത്. കേരളം പോലൊരു സംസ്ഥാനത്ത് അങ്ങനെയല്ല. വളരെ റുട്ടീനായിട്ട് ആൻറ്റിനേറ്റൽ ചെക്കപ്പുകൾ നടക്കുന്ന ഒരു സംസ്ഥാനത്ത് ആ ഒരു പ്രശ്നം വരാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഗർഭിണികൾക്ക് 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് എടുക്കുകയും പിന്നെ 1 മാസം കഴിഞ്ഞ് സെക്കൻഡ് ഡോസ് എടുക്കുകയും പറയാം. TD ആണ് ഇപ്പോൾ എടുക്കുന്നത്. 2 ഡോസ് എടുക്കണം. 2 ഡോസ് എടുക്കാം. ശരി. സിസേറിയൻ കഴിഞ്ഞു, ഏകദേശം 10 വർഷമായി. ഇനി നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യാൻ പറ്റുമോ? അതിനാണ് VBAC എന്ന് പറയുന്നത് അല്ലേ, വജൈനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ. അതിന് ആദ്യം എന്തിന് സിസേറിയൻ ചെയ്തു എന്നുള്ളതിനാണ്. ഇപ്പോൾ ആദ്യം ചെയ്തത് ഇടുപ്പല്ലിൻ്റെ വ്യാസക്കുറവാണെന്ന് വിചാരിക്കുക. ഇടുപ്പല്ലിൻ്റെ വ്യാസക്കുറവ് ചെയ്ത ഒരാൾക്ക് അടുത്ത 10 വർഷം കഴിഞ്ഞാണെങ്കിൽ 15 വർഷം കഴിഞ്ഞാൽ ആ ഇടുപ്പല്ല് തന്നെയാണല്ലോ, അതിന് വ്യാസം ഇപ്പോഴും കുറവ് തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു പേഷ്യൻ്റ് CPD എന്നാണ് അതിന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കണ്ടീഷനിൽ ചിലപ്പം ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ വീണ്ടും സിസേറിയൻ തന്നെ ചെയ്യേണ്ടി വരും. പക്ഷേ ആദ്യത്തെ ചെയ്തത് കുഞ്ഞ് തിരിഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ്, കുഞ്ഞ് ബ്രീച്ചായി കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ നമുക്ക് നോർമലിന് ട്രൈ ചെയ്യണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി വേറെ കുറച്ച് കാര്യങ്ങൾ നോക്കണം. എന്തൊക്കെയാണ്, ആ മുറിവ് എങ്ങനെയുണ്ട്, മുറിവ് കറക്റ്റായിട്ടുണ്ടെങ്കിൽ സ്കാറിൻ്റെ തിക്നെസ് എങ്ങനെയുണ്ട്, കുഞ്ഞിൻ്റെ സൈസ് എങ്ങനെയുണ്ട്, ഉള്ളു പരിശോധിച്ചിട്ട് ഇടുപ്പല്ലിൻ്റെ വ്യാസം എങ്ങനെയുണ്ട്, എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് മരുന്ന് കൊടുത്ത് വേദന വരുത്താൻ പറ്റത്തില്ല. തനിയെ തന്നെ വേദന വരണം, തനിയെ തന്നെ വേദന വന്ന് ഇതിലോട്ട് പോകണം. എന്നാലും നമ്മുടെ മനസ്സിൽ ഈ സ്കാറുണ്ട്, അതെപ്പം വേണമെങ്കിലും വിട്ടുപോകാം. അതെപ്പോഴും നമ്മുടെ മനസ്സിൽ വെച്ചേക്കണം. വെച്ചിട്ട് വേണം നമ്മൾ ഒരു ഫുൾ ടൈം അനസ്തറ്റിസ്റ്റും ഫുൾ ടൈം ഒബ്സ്റ്ററ്റീഷ്യനും അദ്ദേഹത്തിന് വേണ്ടി തന്നെ വേണം. എപ്പം വേണമെങ്കിലും നമ്മൾ സർജറി ചെയ്യാൻ തയ്യാറായിരിക്കണം. അങ്ങനെയുള്ള ഒരു സെറ്റപ്പിൽ മാത്രം നിങ്ങൾ VBACന് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് ചൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ മിനിമം എന്തൊക്കെ നോക്കണം? അതായത് എവിടെ പ്രസവിക്കണം എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ ഞാൻ അങ്ങനെയുള്ള VBAC മാത്രമല്ല, എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഏതൊരു ഡെലിവറിക്ക് നമ്മളൊരു ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ നിയോനേറ്റൽ ഫെസിലിറ്റീസ് ശ്രദ്ധിക്കണം. നല്ലൊരു നിയോനേറ്റൽ ICU, നല്ലൊരു എപ്പോഴും ഫുൾ ടൈം ഒരു പീഡിയാട്രീഷ്യൻ, അത് അത്യാവശ്യം. നല്ലൊരു അനസ്തറ്റിക് ഒരു അനസ്തറ്റിസ്റ്റ് 24 hours ഉണ്ടായിരിക്കണം. പിന്നെ ഒരു ഗൈനക്കോളജിസ്റ്റും ലേബർ റൂമും കാര്യങ്ങളുമല്ല. ഈ 3 കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് കുറച്ചധികം നാൾ ഞാൻ വർക്ക് ചെയ്തൊരു അനുഭവത്തിൽ അപ്പോൾ അത്രയും ടെൻഷനും റിസ്ക്കുമാണ്. അപ്പം അത് ഒഴിവാക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. ഈ 3 പേരും ഉണ്ടെങ്കിൽ 3 പേരും കംഫർട്ടബിൾ ആയിരിക്കും, പേഷ്യൻറ്റും കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ പ്രഗ്നൻസിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇത് മിനിമം കാര്യങ്ങളാണ്. ഒരു സേഫ് 9 months എങ്ങനെ പോകണം എന്ന് അറിയാൻ വേണ്ടിയുള്ള മിനിമം കാര്യങ്ങളാണ്. അതെ, അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനിയുണ്ട് ഈ പ്രഗ്നൻസിയിൽ തന്നെ കുറച്ച് സംശയങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത തവണ ഡിസ്കസ് ചെയ്യാം. അതിനെക്കാട്ടി ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ ശേഷം ഞാനൊരു അവതാരകനായിട്ടും താങ്കൾ ഈ സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ആ കുഞ്ഞിന് ചെയ്യേണ്ട കാര്യങ്ങൾ, ജനിച്ചൊരു കുഞ്ഞിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ജനിച്ച ഉടനാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പം ആ ഒരു ഏരിയയിൽ നമുക്ക് ടച്ച് ചെയ്ത് നമുക്കൊരു നെക്സ്റ്റ് വീഡിയോ നമുക്ക് ചെയ്യാം.